അപ്പോൾ ഒരു നാരങ്ങയുള്ള ഒരു പഴം കൂടെ കഴിക്കാം. ഒരു നാരങ്ങ കൂടെ ഇത് എല്ലാം കലങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ നമ്മളങ്ങനെ നാടൻ പഴവെണ്ണം കഴിച്ച് അത് ഇച്ചിരി വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മധുരം കിട്ടും. ചൂട് സമയത്ത് ഇങ്ങനെ വന്ന് നമ്മളിതുപോലെ ചെറിയൊരു ചുട്ടുകട നാടൻ മാടക്കട അല്ലേ? നാടക്കട വന്ന് ഒരു നാരങ്ങ വെള്ളം പഴം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സുഖം ഒന്ന് വരാൻ വേണമെങ്കിൽ ഒന്ന് മുറുക്കുകയും ചെയ്യാം. ഈ കുറ്റ്യാനിക്കാട് എന്നുള്ള പേരെങ്ങനെ വന്നു? പണ്ടുപോലെ എങ്ങനെയാണ് പറയുന്നത്? നമ്മളും പറയുന്നല്ലേ. ഞാനിങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ സന്ദർശിച്ച് ഒറ്റശേഖരമംഗലത്ത് നിന്ന് ഇങ്ങനെ വരിക. അരിയങ്കോട് കീഴാറു രണ്ടെണ്ണം വേണം. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേരെങ്ങനെ വന്നു അറിഞ്ഞൂടല്ലേ? സ്ഥലത്തിന്റെ പേര് വന്നത് പണ്ട് മാത്താണ്ടാർമ്മ ഈ കുറ്റ്യാനിക്കാട്. അതെങ്ങനെ? ഇവിടെ ക്ഷേത്രമാണ്. പണ്ട് എട്ടുപിള്ളവർ ഒളിച്ചിരുന്ന സ്ഥലം. അത് അവിടെ അമ്മജി പിള്ളാവിന്റെ അടുത്തല്ലേ ഒളിച്ചിരുന്നു? ഭയങ്കര കാടായിരുന്നു. അങ്ങനെയാണ് കുറ്റ്യാനിക്കാടെന്ന് പേരിട്ടുന്നത്. ഇവിടെ ഇറങ്ങി ഇവിടെ ഒരു നാടുവാലി ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോഴിവിടെ ഇറങ്ങി അങ്ങനെ നേരമ്പളത്തിറങ്ങി നോക്കിയപ്പോൾ അയണിയാണ് കൂടുതൽ ഉള്ളത്. അയണി മരം. ആ അപ്പോൾ മിറ്റത്തിറങ്ങി ഇന്നും കൊണ്ടിട്ട പേരാണ് കുറ്റ്യാനിക്കാട്. പിന്നെ കുറ്റ്യാനിക്കാടായി. അപ്പോൾ അത് കുറ്റ്യാനിക്കാടായിട്ട് ഇന്നും നിലനിൽക്കുന്നു. മാർത്താണ്ഡവർമ്മയുമായിട്ട് കണക്ട് ചെയ്താണ് ഇവിടെ സ്ഥലങ്ങളെല്ലാം പ്രധാനമായിട്ടും അല്ലേ? അദ്ദേഹം എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഓട്ടത്തിന്റെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞാൻ നമ്മുടെ ഈ ഇതും മാർത്താണ്ഡവർമ്മയുടെ കാലത്തിന്റെ അതിന് പഴക്കം ഉണ്ടല്ലോ ഈ കടയ്ക്ക്. കാരണം വണ്ടിക്കട ഈ സാധനം ഇപ്പൊ ഇല്ല. ഇത് മൊത്തം തടിയിലുണ്ടാക്കിയിട്ട് സംഭവം പണ്ടത്തെ പലയിടത്തുനിന്ന് ഓടി വന്നതാണല്ലേ. ഇതെവിടായിരുന്നു നേരത്തെ? വാങ്ങിച്ച് ഇവിടെ കൊണ്ട് സ്ഥാപിച്ച. കാരണം മറ്റേ നിരപ്പലകയാണല്ലോ ഇത് അടയ്ക്കാൻ. ഇത് ഡോർ പോലെ ആക്കി. ഇപ്പൊ നമ്മൾ ആക്കിയതാണ്. ഇതിന്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പണ്ട് ഈ മൺകലത്തിനകത്ത് വെള്ളം വെച്ച് അതിൻ്റെ പുറത്ത് ഒരു അടപ്പും വെച്ച് ഈ സാധനം എന്താ ചുണ്ണാമ്പ് മുറുക്കാൻ്റെ ചുണ്ണാമ്പ് വെറ്റില വെള്ളത്തിൽ വെച്ചിരിക്കുന്നത്, അടയ്ക്ക മുറിച്ചിട്ടിരിക്കുന്നത്. ഇതൊന്നും ഇപ്പം നമുക്ക് കാണാൻ പാടില്ല. നാട്ടുപുറത്തൊക്കെ ഇതൊക്കെ ഇവിടെ ഈ അടുത്ത് വന്നിട്ട് ഇവിടെ ഈ ഒറ്റച്ചേര പോലത്തൊക്കെ മുറുക്കുന്നവരുടെ എണ്ണം കൂടുതലാണല്ലോ അല്ലേ? നാടൻ കൊല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയ. അങ്ങനെ ഇവിടെ കയറി ഒരു നാരങ്ങ വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു. സോഡ ഒഴിച്ചോ ഇച്ചിരി ഗംഭീരമായിട്ട് പഞ്ചാര വേണ്ട. അപ്പൊ അങ്ങനെയാണ് കുറ്റ്യാനിക്കാട് അല്ലേ? അപ്പുറം സ്ഥലത്തിന്റെ പേരെന്താ? ആര്യങ്കോട്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കിഴാറ് കഴിഞ്ഞിട്ട് വൈകുന്നേരം എല്ലാവരും കൂടെ ഒന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് കൂടി ഇരിക്കാനൊരു സ്ഥലം കൂടായി. കൊച്ചുവർത്താനം പറഞ്ഞു. അതെ അതെ. ചേട്ടൻ്റെ പേരെന്ത്? കടക്കാരൻ ചേട്ടൻ്റെ പേര്? വേലപ്പൻ. ചേട്ടൻ കൃഷ്ണൻ തമ്പി. കൃഷ്ണൻ നായർ, കൃഷ്ണൻ തമ്പി, വേലപ്പൻ നായർ. എല്ലാവരും കൈ കെട്ടിയിട്ട് അങ്ങോട്ട് നോക്കുന്നെങ്കിലും ശ്രദ്ധ. ചെവി ഇവിടാണ്, കണ്ണ് അങ്ങോട്ടാണ്. അതെ അതെ. വീണ്ടും അപ്പുറത്തുള്ള സ്ഥലം പരുത്തിപ്പാറ, പഴഞ്ഞിപ്പാറ.
കല്ല് കിടന്നു കല്ല് വരെ നാരങ്ങ കുരിശി അതിനെ എടുത്ത് മീതെ വെച്ചാണ് പഴഞ്ഞിപ്പറ ഉണ്ടായെന്നാണ് പറയുന്നത്. അതാണ് വിശ്വാസം. അങ്ങനെ എല്ലാ സ്ഥലങ്ങൾക്കും പേര് വന്നാലും എല്ലാത്തിനും ഒരു വിശ്വാസവും കണക്ഷനൊക്കെ കാണും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ വന്ന സ്ഥലത്തിൻ്റെ പേരാണ് കുറ്റിയായണിക്കാട്. ഇത് കുറ്റിയായണിക്കാട് എന്ന് പറയല്ലേ? കുറ്റിയായണിക്കാട്. കുറ്റിയായണിക്കാട്, കുറ്റിയായ അയണിക്കാട്. അവിടെ എല്ലാം ഇനി വെട്ടിത്തെളിച്ച് ആ സമയത്തും എല്ലാം വെട്ടിത്തെളിച്ച് കുറ്റിയാക്കിയിരുന്നു. ആ സമയത്ത് അയണിക്കാടെല്ലാം വെട്ടിത്തെളിച്ച് കുറ്റിയാക്കിയിരുന്നു. ആളുകൾ ഓരോരുത്തരായിട്ട് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ പോകും. ഇതുപോലെ പല വേലപ്പൻ ചേട്ടന്മാരെയും നമ്മൾ വഴി വെച്ച് കാണും. ഇവരുടെ കഥയൊക്കെ പറഞ്ഞ് ഇവരുടെ കൊച്ചുവർത്താനൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പോകും. ഇത് എവിടെ നിന്ന് വന്ന ദൂരെ നിന്ന് പല ആളുകളും ഇങ്ങനെ നമ്മളെ നോക്കുന്നേ. അത്രയൊക്കെ എടുത്തിട്ട് 50 രൂപയുള്ളൂ. ഇത് നമ്മളെ പറ്റിക്കുന്നതാണോ നിങ്ങളെ പറ്റിക്കുന്നതാണോ? നാട്ടുപ്രദേശത്ത് ടാക്സ് ഇല്ല, എല്ലാം സിമ്പിളാണ്. അപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം പഴമൊക്കെ കുടിച്ച് 50 രൂപ എന്ന് പറഞ്ഞു. 50 രൂപ. ഇത് മറ്റേ അടയ്ക്ക വെട്ടിയില്ലേ? അതില്ല, ഇത് കത്തി കൊണ്ടല്ലേ വെട്ടി. സ്ഥിരം മുറുക്കാണോ? സ്ഥിരം മുറുക്കുണ്ട്. അത് ഇവിടത്തെ വന്ന് വൈകുന്നേരം ഒന്ന് മുറുക്കുന്ന ഒരു ശീലമുണ്ട്. ഇവിടെ ഒന്നും മുറുക്കിയില്ലേ ഒരു തൃപ്തിയില്ല. അതാണല്ലോ വേലപ്പൻ ചേട്ടൻ്റെ ഒരു മുറുക്കാൻ. നമുക്ക് മുറുക്കണമെന്നുണ്ട്, തുപ്പി നടക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് മുറുക്കിയാൽ. വെയിൽ ഇരുന്നതിന് മുമ്പ് ഒന്നുകൂടെ പോകണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെറിയൊരു മഴക്കടയിൽ കയറി വെള്ളമൊക്കെ കുടിച്ച് വേലപ്പൻ ചേട്ടൻ, കൃഷ്ണൻ തമ്പി, കൃഷ്ണനാരി ചേട്ടൻ, ഇങ്ങനെ തുടങ്ങിയ ആളുകളെയും കണ്ട് എല്ലാവരെയും കണ്ട്. കുറ്റിയാണിക്കാട് നമ്മൾ കണ്ട് നമ്മുടെ സ്വന്തം സ്ഥലം. വാ നമുക്ക് ഞങ്ങൾ തിരിച്ചു പോകണം, നമുക്ക് കാണാം. ഓക്കെ, കാണാം. ഇവിടെയാണ് മറ്റേ ക്ഷേത്രമുള്ളല്ലേ? കുറ്റിയാണി കോയിക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം. ഇത് ഒറ്റശേഖരമംഗലത്ത് ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്നതാണ് ക്ഷേത്രം. അപ്പോൾ നമ്മളിങ്ങനെ സ്ഥലങ്ങൾ കണ്ട് നമ്മൾ പോകുന്നു. നമുക്ക് നാളെ അടുത്ത സ്ഥലത്തോട്ട് പോകണ്ടേ? നാളെ കാണാം.